പോലീസിന്റെ ലഹരി വിരുദ്ധ നടപടിയായ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാനത്ത് നിന്ന് 137 പേർ അറസ്റ്റിലായെന്ന് DGP റവാഡ ചന്ദ്രശേഖർ. 104 ലഹരി കേസുകൾ രജിസ്റ്റർ ചെയ്തു. ആന്ധ്രയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് കേരളത്തിലേക്ക് വരുന്നതെന്നും പോലീസ് മേധാവി DGP പറഞ്ഞു. സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് പ്രവർത്തനം ഊർജിതമാക്കി. 24 മണിക്കൂറിനകം സംസ്ഥാനത്ത് 104 കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തു. മയക്കുമരുന്ന് വിൽപ്പനയുമായി ബന്ധപ്പെട്ട് 137 പേരെ അറസ്റ്റ് ചെയ്തു. രാസലഹരിയായ MDMA കടത്ത് സംഘത്തെയും പോലീസ് കയ്യോടെ പിടികൂടി. ഓരോ ജില്ലയിലും പ്രത്യേക സംഘമാണ് ഓപ്പറേഷൻ തൂഫാനുമായി മുന്നോട്ട് പോകുന്നത്. ആന്ധ്രാപ്രദേശിൽ നിന്നാണ് സംസ്ഥാനത്തേക്ക് കൂടുതൽ മയക്കുമരുന്ന് എത്തുന്നതെന്ന് DGP റവാഡ ചന്ദ്രശേഖർ. ഇത് വൺ വീക്കിലുള്ള ഒരു സക്സസ് ആണ്. എസ്പെഷ്യലി ഒരു ആൾമോസ്റ്റ് 500 ഗ്രാം MDMA നമുക്ക് പിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിലുള്ള പ്രതികളെ അറസ്റ്റ് ചെയ്തു. ടോട്ടൽ ആളിനെ അവരിനെ റിമാൻഡിന് വേണ്ടി അയച്ചിട്ടുണ്ട്. കൊച്ചി, മലപ്പുറം ആൻഡ് കാലിക്കറ്റ് റോഡിലാണ് ടെസ്റ്റിംഗ് ആയിട്ടുണ്ട്. ഇന്റലിജൻസ് IG പുട്ട വിമലാദിത്യ നോഡൽ ഓഫീസറായ ഓപ്പറേഷൻ തൂഫാൻ ഇന്നലെയാണ് ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത്. സ്കൂൾ പരിസരങ്ങളിൽ ഉൾപ്പെടെയുള്ള പെട്ടിക്കടകളിലെ ലഹരി വിൽപ്പനയ്ക്കെതിരെയും നടപടി ശക്തമാക്കാനാണ് പോലീസ് തീരുമാനം. മയക്കുമരുന്ന് പരിശോധന വരും ദിവസങ്ങളിൽ ഊർജിതമാക്കുമെന്നും DGP പറഞ്ഞു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.